ഇവിടെ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമ. കാരണം വെച്ചാൽ ഞാൻ ഈ കേസുമായിട്ട് ഇപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന പിറവം സ്വദേശിയുടെ അതൊരു സിനിമാറ്റിക് ആണ്. വിഷയത്തിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടി വിയിൽ ഉണ്ടാകുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാനും പോയി ഡെസ്കിലിരുന്നും കൈകാര്യം ചെയ്തൊരു വിഷയമാണ്. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിലാഷിൻ്റെ ഒരു തൻ്റെ ഇടമാണ് ഞാൻ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ സിനിമ കണ്ടേക്കും കേരള പോലീസ് അന്വേഷണം കണ്ടെത്താത്ത ഒരു കേസായിരുന്നു അഭയ കേസ്. അല്ലെ, അഭയ കേസ് പിന്നീട് CBI ഏറ്റെടുത്ത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ മിഷേലിന്റെ കേസിന് വേണ്ടി നീതി ലഭിക്കാതെ കുടുംബം കയറി നടക്കുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇരയെന്ന് പറയാം, പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല. അപ്പൊ ആ മിഷേലിന്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവരിലേക്കാണ് ഈ കേസ്, അന്ന് മിഷേലിന്റെ കേസ് വിരൽ ചൂണ്ടിയത്. ഇപ്പൊ അതൊരു സിനിമാറ്റിക് രൂപേണ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെങ്കിൽ മിഷേലിന്റെ കുടുംബത്തിന് നീതി വേണം. ആ പയ്യനുണ്ടാകുന്ന ഒരു പ്രശ്നം, അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതിൽ വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കേരള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ്? രണ്ട് ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ് എങ്ങനെയാണ് ഇത് ഉൾക്കൊണ്ടത്? അല്ല, ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല. ഒരിക്കലും നമ്മളൊരു മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട്ടിൽ നടന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവ് എന്ന് പറയുന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. അത് ആ പേരൻസ് അല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്നവര് പബ്ലിക് പുറത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി അതെ ആ ഉദ്യോഗസ്ഥരെ കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അത് ആവശ്യമായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, മിഷേലിന്റെ കേസിലെ ആ ഫാമിലി, ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും എന്നുള്ള റിയൽ ഇൻസിഡൻസ് വെക്കുന്നത്. പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടല്ല. കേരള പോലീസിന് അങ്ങനെയാണ് ഇതിലെ സൈജു ഗ്രൂപ്പിന്റെ കഥാപാത്രം ത്രൂഔട്ട് സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗമല്ലേ. അർജുന്റെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. ഒരുപാട് സിദ്ദിഖ് സാർ ചെയ്ത കഥാപാത്രം, അജു ചേട്ടൻ. അപ്പൊ അത് കേരള പോലീസിനെ ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല. നടന്ന റിയൽ ഇൻസിഡന്റിലെ ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മിഷേലിന്റെ പേരൻസിന്റെ പല ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാത്രിയിൽ പ്രോപ്പറായിട്ടൊന്ന് അന്വേഷിച്ചെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും മനുഷ്യ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുമെന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും. അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ്. അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അല്ലാതെ ഒരിക്കലും മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട. മിഷേൽ ഷാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഉള്ള സീക്വൻസിലൊക്കെ തന്നെ ഞങ്ങളുടെ ഭാവനയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ ഇനി ഒന്നും ചോദിക്കരുത്. ആദ്യം തുടക്കത്തിൽ മിഷേൽ അച്ഛനും അമ്മയുടെയും കഥകൾ അതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനുണ്ടായ അനുഭവം എനിക്കറിയാം. ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള പണിഷ്മെന്റ് വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയും അവിടെ ഒരു കാമുകനാണ്, എനിക്ക് ക്ലൈമാക്സിലേക്ക് പോകാൻ പറ്റില്ല, കാമുകനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അത് സിനിമ കണ്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഇര ഉള്ളപ്പോൾ ആ സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷിന്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ എതിർക്കാം. കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലോട്ട് കടക്കാം. പക്ഷെ ഈ സിനിമ ഇന്ന് ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ട ഒരു സിനിമ. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്കറിയില്ല. ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും. ആ അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സസ്പെൻസ് ത്രില്ലർ ആയത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്കത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അങ്ങനെ ആണെങ്കിലല്ലേ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആരുടെ കഥ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ ഇത് സിനിമയായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ അത്
ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അത് അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്യാം പിന്നീട്. അഭിലാഷേട്ടാ, സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു, ഒരാളെ അതായത് അന്വേഷിക്കുന്ന ഇതേപോലെ ഒരുപാട് മെറിനുണ്ട് പോലീസ് അന്വേഷണത്തിൽ. ശരിക്കും അത് ഫാക്റ്റാണ്. ശരിക്കും നിയമവ്യവസ്ഥയ്ക്ക് അങ്ങനെ ഒരു മാറ്റം വരുന്ന സമയമായിരുന്നു, നിയമത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് പറഞ്ഞ മാറ്റർ എന്ന് പറയുന്നത് ഈ നീതി നിഷേധിക്കപ്പെട്ട ഇരകൾ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ 10 വർഷവും അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആയ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇപ്പൊ ഇതിനകത്ത് അജു പറയുന്ന ഒരു ഡയലോഗാണത്, അജുവേട്ടൻ പറയുന്ന ഡയലോഗാണത്, നീ ഒരു മെറിന് വേണ്ടി ഇറങ്ങി, ഇതുപോലത്തെ ആയിരക്കണക്കിന് മെറിന്മാർ നമ്മുടെ റെക്കോർഡ്സിൽ ഉണ്ടെന്ന് പറയുന്നത് ഫാക്റ്റാണ്. അത് കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ എത്രയോ കേസുകൾ ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആണ്. ഒരിക്കലല്ല. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും കൈയടി കിട്ടുന്ന ഡയലോഗ് വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് ഞാൻ കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയല്ല, കേരള പോലീസിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫോഴ്സാണ് കേരള പോലീസ്. ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിനെ റെഫർ ചെയ്തിട്ടാണ് അത് പറയുന്നത്. അല്ലാതെ ഒരിക്കലും കേരള പോലീസിനെ മോശമാക്കിയല്ല ഡയലോഗ്സ് വെച്ചത്. കോട്ടയത്തെ ആനന്ദ് തിയേറ്ററും തിരുവനന്തപുരത്തെ ശ്രീബാല തിയേറ്ററും കുട്ടിക്കാലം തൊട്ട് എനിക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. കാരണം ഞാൻ സിനിമ പ്രേമിയാണ്. എങ്ങനെയാണ് ഈ ടൈറ്റിൽ വന്ന വഴി ആനന്ദ് ശ്രീബാല? ആ ടൈറ്റിൽ ഇന്നൊരു നല്ല ചോദ്യം കിട്ടി. ആനന്ദ് ശ്രീബാല ടൈറ്റിൽ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ 2 പേരുകളാണ്. അത് ആനന്ദ് എന്നുള്ള പേരും ഈ ശ്രീബാല എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരാണ്. അപ്പം ഈ 2 പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ്. അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടി. പിന്നെ അതിനകത്ത് വെച്ച മറ്റൊരു വെച്ചാൽ കാമുകിയുടെ പേരും ശ്രീബാല തന്നെ വെച്ചു. ആ പേരിനോട് അർജുൻ്റെ കഥാപാത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് അങ്ങനെ ഒരു പേര് വെച്ചത്. എന്തായാലും താങ്ക്സ് ചേട്ടാ, അങ്ങനെ ചോദിച്ചു 2 തിയേറ്ററിന് വെച്ചിട്ട്. ഇതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അവര് പാരന്റ്സായിട്ട് സംസാരിച്ചിരുന്നു? മിഷേലിന്റെ പാരന്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അല്ല, ഞങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിഷലിന്റെ കേസ് മാത്രമല്ല, വേറെ 2 കേസ് ഇപ്പൊ റിവീൽ ചെയ്തതിലൂടെ 2 കേസിലുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ എന്തായിരുന്നു. പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇതിന്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഒരു പരിധി വരെ റെഫർ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പത്രങ്ങളിലും നിങ്ങൾ മീഡിയ ത്രൂ കേട്ട കുറേ കാര്യങ്ങളില്ല. ഹൈദരാബാദൊക്കെ ആ കേസിന്റെ പുറകെ ഇരിക്കുന്ന കുറേ നാളുണ്ടായിരുന്നു റിപ്പോർട്ടിലുള്ള സമയത്ത്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അമ്മ മകൻ ഒരു ബന്ധം വലിയ രീതിക്കാണ് ഈ സിനിമ കാണുന്നത്. അമ്മയും മോനുമായിട്ടുള്ള ബന്ധം വലിയ രീതിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഓർത്തെടുക്കുന്നത്? ഞാൻ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കുറേ പടങ്ങൾ എനിക്ക് അമ്മ റോളിൽ ചോദിച്ചു. ഇപ്പോഴല്ല, ഒരു 10 കൊല്ലത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ഒന്നും തോന്നാതെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി. അപ്പം അത് മാത്രമല്ല, ഈ ടൈറ്റിൽ റോൾ ഓക്കെ, അതുകൂടിയല്ല, ഇതിൻ്റെ ഈ ഒരു ഇതുവരെ ഞാൻ വേറെ പടങ്ങളിൽ കാണാത്തൊരു എസെൻസ് ഉണ്ടല്ലോ എൻ്റെ പ്രസൻസ്. അപ്പോൾ അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, അതിലിറങ്ങി. പിന്നെ ഫസ്റ്റ് ഷോട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്ട് ആയി. അപ്പം ഐ തിങ്ക് ഐ ടുക്ക് എ ഗുഡ് ഡിസിഷൻ. അങ്ങനെയായിരുന്നു. ഇത്തരം കേസുകളൊക്കെ ഒത്തിരി ഇരകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തരം ഇരകൾ ഒത്തിരി കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സിനിമ അതിനൊരു അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നത്, ഞാൻ ക്രൈം ഫയൽ എന്നൊരു പടം ചെയ്യുമ്പം കിട്ടിയൊരു ഫീലുണ്ട് ഹാർട്ടിൽ. അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത്. അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ റെഗുലർ നമ്മൾക്ക് നറേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതും അങ്ങനെയായിരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പോൾ ഇപ്പം ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പം ആ ഫീലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പടങ്ങൾ മേ ബി ക്രിയേറ്റ് എ ഗുഡ് വൈബ്. അർജുനേട്ടാ, ഓഡിയോ ലോഞ്ചിൻ്റെ ഇടയ്ക്ക് പറയുണ്ടായി, ഞാനൊരു വലിയ മാർക്കറ്റ് ഇല്ലാത്തൊരു നടനാണ്, അത് എന്നെ വെച്ചിട്ട് ലീഡ് റോളിലൊരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്ന വലിയ റിസ്ക്കുള്ള എലമെൻ്റ് ആണ്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ?
ഞാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. മാർക്കറ്റ് ഇല്ല എന്നല്ല പറഞ്ഞ, എന്നെ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടം ചെയ്തത്. അപ്പൊ എന്നെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ ചെയ്തു വരുന്ന പടങ്ങൾ നോക്കുമ്പോൾ, ഞാൻ സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുമ്പോൾ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ലീഡാക്കി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, ആൻഡോ ചേട്ടൻ, വേണു സാർ, ഇവർ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ വലിയ വലിയ പടം നിങ്ങൾ ആൾക്കാരാണ്. ഇപ്പോൾ ഇത് അഭിലാഷേട്ടൻ പറഞ്ഞ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വലിയൊരു പടം. കാരണം ഞാൻ ടൈറ്റിലുകളിൽ വരുന്ന ആദ്യത്തെ പടം. പിന്നെ ത്രൂ ഔട്ട് ഉണ്ട് ഞാൻ ക്യാരക്ടറായിട്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യം ഉണ്ട്. എന്നെ നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ്. അപ്പം ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു. അപ്പം ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണു പറഞ്ഞു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അവസാനത്തെ സീക്വൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമോഷൻ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷോ 2 ഷോ എന്താ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഷോസ് കഴിഞ്ഞ് ഞാനൊരു 3 ദിവസമായി കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിന്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ആക്ച്വലി. ചേട്ടൻ ചെയ്തേക്കുന്ന നൈറ്റ് ഡ്രൈവ് ആണെങ്കിലും അത് എഴുതിയേക്കണം, റിട്ടേൺ ചെയ്തേക്കണം. അപ്പോൾ അതിനകത്ത് ഒരുപാട് എനിക്കൊന്ന് ഹോറർ ബേസ്ഡ് സസ്പെൻസ് അങ്ങനത്തെ സംഭവങ്ങളാണ് ചേട്ടാ ജോണർ അങ്ങനത്തെ എടുക്കുന്നത്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ത്രില്ലർ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലേഴ്സ് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സിനിമ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ത്രില്ലർ സിനിമകൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഈ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത് എൻ്റെ എല്ലാ കഥകളും റിയൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഒരു ചലഞ്ചുണ്ട്. കാരണം ഇതിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണമെന്ന് തോന്നി ഞാൻ ഡിസ്കസ് ചെയ്ത എല്ലാവരും പോസിറ്റീവ് പറഞ്ഞു. പിന്നെ വിഷ്ണുവിനോട് സംസാരിക്കും, വിഷ്ണുവിന് ഇത് കണക്ട് ആകുന്നു, പ്രൊഡ്യൂസേഴ്സിന് ഓക്കെ ആവും, ആർട്ടിസ്റ്റിന് ഓക്കെ ആവുന്നു. അങ്ങനെയാണ് അത് ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും അദ്ദേഹത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന തിരക്കഥയാണ് ആനശ്രീബാലൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു സീക്വൽ എഴുതാൻ പോലും തോന്നുന്ന, ഒരു പാർട്ട് 2 എഴുതാൻ പോലും തോന്നുന്ന ഒരു കാരണം ഈ അമ്മ മകൻ എന്ന് പറഞ്ഞാൽ ഇനിയും ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്താം. ഒരു സാധാരണക്കാർ ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഇനിയും പല കേസുകളും ഇൻവോൾവ് ആവും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അല്ല, അതേ പറഞ്ഞത് എനിക്ക് ഇതാ തോന്നുന്ന ഒരു കഥയാണ് ആനന്ദ് ശ്രീവാലൻ. ആ കഥാപാത്രങ്ങളാണ് രജിസ്റ്റേർഡ്, ആനന്ദും ശ്രീവാലയും. അപ്പം രണ്ട് ശ്രീവാലയും രജിസ്റ്റേർഡ്. അപ്പം ഇനി അത് ഈഗോ വരണ്ടാതെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളിൽ അയാൾ ഇപ്പോൾ ഒരു ചാനലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയും വേണേ അടുത്തൊരു കേസുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പം വിഷ്ണു ഒക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ട് 2 പ്ലാൻ ചെയ്യും. അല്ല, ഈ സിനിമാറ്റിക്കിലാണല്ലോ, ഈ സിനിമ ലോകത്താണല്ലോ ഈ ഒരു സാധാരണക്കാരൻ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട്, മീൻസ് പോലീസ് ഉണ്ടായിട്ടും ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെട്ട്, അത് റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ ഒരു സാധാരണക്കാരന് ഇടപെടാൻ പറ്റുമോ? അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇടപെടുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു സംഭവമില്ല. നിങ്ങൾ സാധാരണക്കാരല്ലേ, അതിനെ ആലോചിച്ചപ്പോഴേ നിങ്ങൾ എത്രയോ കേസുകളുടെ പുറകെ പോയി നിങ്ങൾ കേസിന്റെ ഫൈനൽ വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാർ ചെയ്യുന്ന പ്രോസസ്സിനല്ല. നമുക്കതിന് ഒറ്റ വ്യത്യാസം, നമുക്ക് പവറില്ല, ചില കാര്യങ്ങൾ എടുക്കാനുള്ള പവർ നമുക്ക് കാണുന്നില്ല. പക്ഷെ എങ്കിലും എത്രയോ കേസുകൾ സാധാരണക്കാർ ഇൻവോൾവ് ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എത്രയോ കേസുകളിൽ ജേർണലിസ്റ്റുകൾ കേസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ സിനിമയിൽ എപ്പോഴും ഹീറോ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് സിനിമാറ്റിക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇതിനകത്ത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം സബ്ജക്റ്റുകൾ തന്നെ വളരെ കുറവാണ്. നമുക്ക് കുറെ സിനിമകൾ എടുത്തു നോക്കിയാൽ ഫാമിലി സബ്ജക്റ്റ് അങ്ങനെ കഥകൾ കുറവാണ്. പക്ഷെ ഇത് ഒരു പോലീസിന്റെ ഒരു ജീവിത യാത്രകളെ പറയുന്നത്, നമ്മൾ പോലീസായിരുന്നു അതിന്റെ മുമ്പിൽ വെച്ചുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇമോഷൻ എങ്ങനെയാണ് എഴുതുമ്പോഴുണ്ടായത്? അല്ല, അമ്മ ഇമോഷൻ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സിനിമകളിൽ ഇമോഷൻസിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഇപ്പൊ മാളിയപ്പുറം ആണെങ്കിലും പത്താംകുളമാണെങ്കിലും കടാവാണെങ്കിലും ഇമോഷൻസ് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഇതിന് മുന്നേ ഒരു എൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന്റെ മുകളിൽ വില കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിന്റെ ശ്രീവാലൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അമ്മ ഇഷ്ടമുള്ള എല്ലാ മക്കൾക്കും കണക്ട് ആവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് വെച്ചാൽ ഈ അമ്മയും മകനും അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് സങ്കേതിച്ചപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പ്ലേ ചെയ്തപ്പോൾ അത് കുറെ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ശരിക്കും ചേട്ടാ, എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇമോഷൻസ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ടാണ് ഈ അമ്മ മകനെ ഇങ്ങനെ ഇമോഷണലി അത് കൃത്യമായ വിഷ്ണു വിഷ്വലൈസ് ചെയ്യിക്കുകയും ചെയ്തു. ചേട്ടാ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഇതാണ്. അപ്പോൾ വിനയൻ സാറിനൊരു ബ്രാൻഡ് വാല്യൂ ഉള്ളപ്പോൾ അതിൽ അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഉള്ളപ്പോൾ തന്നെ ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ ഈ ആദ്യത്തെ പടം എങ്ങനെയാണ് ഈ പ്രേക്ഷകർ എടുക്കുക, ജഡ്ജ് ചെയ്യപ്പെടും, ഇങ്ങനത്തെ ഒരു പേടിയുണ്ട്. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ട്രൂ ഇൻസിഡന്റ് ബേസ് ചെയ്തൊരു കഥയാകുമ്പോൾ ഒന്നുകൂടെ റിസ്ക് കൂടുകയാണ്. തോന്നിയിരുന്നോ? അല്ല, ഞാൻ അച്ഛൻ്റെ പേരിലുള്ള റിസ്കിനെ പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം ഞാൻ അഭിനേതാവായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സംവിധാനം ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാനത് പിടിച്ചെടുത്തു എന്നേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഇതിലെ ട്രൂ ഇൻസിഡൻറ്റിനെ ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു കഥ പറയുകയാണ്. ആ കഥ ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അത്തരം കേസുകളും വീണ്ടും ചർച്ച ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1-2 കേസുകൾ മാത്രമേ ചിലപ്പോൾ നമുക്കൊരു സിനിമയിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്നാൽ ഈ കേസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് തികച്ചും മൊത്തത്തിൽ ഭാവന മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നടത്തിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മൾ എങ്ങനെ ഒരു കഥാകാരൻ കഥ ഉണ്ടാക്കുന്നു, എങ്ങനൊരു അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വ്യക്തമാക്കിയാൽ അതിൻ്റെ രസം പോയി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഞങ്ങളത് എത്തിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റിസ്ക് എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് പറയാനൊരു വിഷയവും അതിനകത്ത് പറയാനൊരു കഥയും ഉണ്ടെന്ന് തോന്നിയത് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ മറ്റു റിസ്കിനെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. അതായത് അഭിലാഷ് ഈ കഥ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്രൈം ത്രില്ലറാണ്. പക്ഷെ അതിനൊരു ഇമോഷണൽ ഒരു ലെയർ ഉണ്ട്. അപ്പം ആ ലെയർ ഭയങ്കര ഒരു തിൻ ലൈനാണ്. നമ്മളത് കുറച്ച് കൂടിപ്പോയാൽ അത് കഥയെ ബാധിക്കും, താന്നു പോയാൽ അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പൊ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കാസ്റ്റിംഗ് എത്തിയത്. അപ്പൊ അർജുന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർജുന് ബാലൻസ്ഡ് ആയിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്ക്. ഒരിക്കലും അത് കറക്റ്റ് ആ ഒരു മീറ്ററിൽ കിട്ടും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാരക്ടറിൽ അങ്ങനെയാണ്. സംഗീത ചേച്ചിയും അങ്ങനെ ഒരു ആക്ടറാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു മെഷർമെന്റിൽ ആ പെർഫോമൻസസ് കിട്ടി എന്നുള്ളിടത്താണ്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ വേറെ 2 ആക്ടേഴ്സിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നുകിൽ കയറി പോവാം, അല്ലെങ്കിൽ താഴ്ന്നു പോവാം. അപ്പം ആ ഒരു ചിന്ത ഞങ്ങൾ ഒരുപാടിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു കോമ്പിനേഷനിലേക്ക് എത്തിയത്. അതിപ്പോൾ സൈജു ചേട്ടൻ്റെ കഥാപാത്രമാണെങ്കിലും സൈജു കുറുപ്പ് ഈ കഥാപാത്രം ഇതിനകത്ത് ചെയ്ത കഥാപാത്രം എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളൊരു ഒരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലും മുകളിലുള്ള ഒരു ആക്ടറിലോട്ടോ താഴെയുള്ള ഒരു ആക്ടറിലോട്ടോ പോകാമായിരുന്നു. അപ്പം ഇതെല്ലാം ഈ ഡിസിഷൻസ് എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള ഞങ്ങളുടെ സിനിമ ആ ഒരു ഫ്ലോയിൽ പോകണം. ഒരു സമയത്ത് പോലും ഈ ഇമോഷണൽ ലെയറും ഇൻവെസ്റ്റിഗേഷൻ ലെയറും ഒരു ക്ലാഷ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ അവർണയിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ട്രൂ ഇൻസിഡൻസ് ബേസ് ചെയ്ത് കഥയാണിത്. അപ്പം ഇങ്ങനെ ഒരു കഥ എന്തായാലും റിലീസായി പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അഥവാ ഇത് കണ്ട് ഒരു ചർച്ചയായി ഒരു പുനരന്വേഷണം വരികയോ അല്ലെങ്കിൽ നീതി അർഹിക്കേണ്ടത് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അതോ അന്വേഷണം വരാൻ ചാൻസ് ഒക്കെ വരുന്നുണ്ടോ? അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കേസിന്റെ റീഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതായത് കോർട്ടിലെന്തോണ് ഇപ്പൊ കേസ് നിൽക്കുന്നത്. അത് അറിയില്ല. സിനിമ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പബ്ലിക്കിലും ഗവൺമെന്റിലും ഒക്കെ. അപ്പം ഈ സിനിമ നാളെ ഇനി ഇതുപോലത്തെ കേസുകൾ സംഭവിക്കാതിരിക്കാൻ ഗുണം ചെയ്യട്ടെ, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുവേണ്ടി ചെയ്ത സിനിമയല്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുള്ള ഫ്ലേവേഴ്സ് ആണ് ആനന്ദ് ശ്രീവാല ചെയ്തിരിക്കുന്നത്. ഇതും കൊണ്ട് നാളെ ആരെങ്കിലും കുറ്റം ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, അത് അവന്റെ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നേ. അത് ഈ ചോദ്യത്തിന് ഉത്തരം രഞ്ജൻ പറയും. കാരണം എനിക്ക് രഞ്ജന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴും മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ ഈ സിനിമേനെ ത്രില്ലർ ഏരിയ എനിക്കറിയാം, വിഷ്ണു അത് ഇവരിന്ന് വർക്ക് ചെയ്ത് ഭയങ്കര. പക്ഷെ ഈ അമ്മ മകൻ ഇമോഷൻസ് പ്ലേ ചെയ്യുമ്പോൾ കണ്ണ് നിറയിപ്പിക്കാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്
എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യത്തുമില്ല. ചില ആളുകൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ആ കാര്യത്തിൽ രഞ്ജിൻ രാജ് എടുത്ത ഒരു എഫോർട്ട് മാളികപ്പുറത്തിൽ നിന്ന് അങ്ങേരിപ്പൂവിന് കിട്ടിയ പോലെ തന്നെയാണ് മന്ദാരമലക എന്നുള്ള സോങ്ങിൽ ഇന്ന് ഇപ്പം ഞാൻ ഇതിന് മുന്നത്തെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അവസാന ഷോട്ട് കണ്ടാൽ തിയേറ്ററിൽ കണ്ണു നിറയുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കാരണം രഞ്ജിനാണ്. അപ്പം ഈ ഒരു വേദിയിൽ ഞാൻ രഞ്ജിൻ്റെ, ഞങ്ങൾ ഒരുമിച്ചുള്ള 5ാമത്തെ സിനിമയാണ്. ഞാൻ രഞ്ജിനോട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുകയാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കഥകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. നല്ല കാര്യം, ഇവിടെ വെച്ചെങ്കിൽ താങ്ക്സ് പറഞ്ഞല്ല. ചെവിയിലേക്ക് ആഴത്തിൽ പാലത്തിന്റെ മുകളിൽ മറ്റു വണ്ടികൾ പോകുമ്പോൾ ആ സൗണ്ട് നമുക്ക് അവിടെ ഇപ്പൊ ഒരു നമ്മുടെ ഹാർട്ടിലൊരു ബീറ്റ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ വണ്ടി നമ്മൾ ആ പാലത്തിൽ നിൽക്കുന്ന പോലെ അത്രയും ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയിൽ. അതായത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും അത്ര സിങ്കായിട്ട് കഥാപരമായിട്ട് ട്രാവൽ ചെയ്തെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ അഭിലാഷിന്റെ കൂടെ ത്രില്ലർ പടത്തിൽ തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. കടാവർ എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. ഞാൻ 10ാം അളവ് ചെയ്തു, നൈറ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ അഭിലാഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഡൈനാമിക്സ് എന്തായാലും എനിക്ക് അറിയാം. അവൻ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാൻ പറ്റാറുണ്ട് ഏത് റൂട്ടിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന കാര്യം. അപ്പോൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് ഒരു എൻ്റെ മ്യൂസിക്കൽ ലൈഫിൽ തന്നെ എനിക്ക് വളരെയധികം വാല്യൂബിൾ ആയിട്ട് ഞാൻ വിഷ്ണുവോടും പറയാറുണ്ട്. കാരണം അത്രയധികം എനിക്ക് സ്പേസ് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിലീസ് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സമയം കിട്ടി. ഒരു 2-2.5 മാസത്തോളം സമയം കിട്ടി ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ചില എറേഴ്സ് മാറ്റാനും ചിലത് റീതിങ്ക് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും നല്ലതിന് വേണ്ടിയിട്ടുള്ള തർക്കം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഞാൻ ഇന്ന് മീഡിയയുടെ മുന്നിൽ പലപ്പോഴും ഞാൻ എല്ലാ പടം കഴിഞ്ഞാലും മീഡിയയുടെ മുന്നിൽ ഒന്നും സംസാരിക്കില്ല. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രൗഡായിട്ട് എല്ലാവരോടും പറയും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടേക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. അത് എൻ്റെ മനസ്സെന്ന് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു സിനിമ ആയതുകൊണ്ട് വളരെയധികം കഷ്ടം ഞാൻ പണിയെടുത്ത് തന്നെ ചെയ്ത ഒരു പടമാണ് ആനന്ദ് ശ്രീബാലൻ. നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം സൈക്കോളജിക്കലിയാണ് ഈ പടം ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ സൗണ്ട് കൊണ്ട് ഞെട്ടിപ്പിക്കാനോ ആരും കേൾക്കാത്ത ടോൺ കൊണ്ട് ഞെട്ടിപ്പിക്കാനൊന്നും പറ്റുന്നൊരു പടമല്ല. ഇത് ഇമോഷനാണ്. ആ ഇമോഷൻ്റെ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് ഒരു ലെയറായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉത്തരവാദിത്വം. അതൊരു പരിധിവരെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിന്ന് കാണാൻ പറ്റിയ എൻ്റെ സിനിമ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ എറേഴ്സ് മാത്രമാണ് കാതിൽ കേൾക്കുക തിയേറ്ററിൽ. പക്ഷെ ഞാനിന്ന് എൻ്റെ സിനിമയെന്നൊക്കെ മറന്ന് ഇമോഷൻ എനിക്ക് കിട്ടി. ഞാനും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് കിട്ടുന്ന മെസ്സേജസ് ഒന്നും എനിക്കത് മനസ്സിലായി. ഇപ്പം ഈ ചോദിച്ച ഹൈദർക്ക് ചോദിച്ച അതിനൊരു വലിയൊരു നന്ദി രാജാകൃഷ്ണൻ ചേട്ടനോട് നമുക്ക് പറയാനുണ്ട്. MR രാജാകൃഷ്ണൻ ഒരുപാട് ഹിറ്റ് സിനിമകളും ഹിറ്റിനെക്കാളും ഉപരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് MR രാജാകൃഷ്ണൻ. അപ്പോൾ രാജേട്ടനാണ് മാളികപ്പുറമൊക്കെ വർക്ക് ചെയ്തത്. മാളികപ്പുറത്തിൻ്റെ ഫോർമാറ്റ് എന്താ നിങ്ങൾക്കറിയാം, വളരെ ലൗഡ് മ്യൂസിക് ആയിരുന്നു. ലൗഡ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള ലൗഡ്നെസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു പേസിലും ഡൈനാമിക്സിലും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെന്നുള്ളതാണ്. ഒരു പൊടിക്ക് മേലെ ഒരു പൊടിക്ക് താഴെയോ പോയി കഴിഞ്ഞാൽ ഈ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ് ആസ് എ മ്യൂസിക് കമ്പോസർ ഇന്ന് തിയേറ്ററിൽ